ഹലോ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 3 വീഡിയോസും കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ ഷാഫി ആയുർവേദ നേഴ്സിംഗ് ഹോമിൽ അഥവാ പ്രസവരക്ഷയ്ക്ക് വേണ്ടി വന്നെടുത്ത വിശേഷങ്ങളും കാര്യങ്ങളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ 4ാമത്തെ ആഴ്ചത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലത്തെ പാലും മുട്ടയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. പുട്ടും കടലക്കറി ആയിരുന്നു. അപ്പോൾ ഐശുവിന് ആദ്യം കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓരോ ആഴ്ചയിലും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഉഴിച്ചിൽ കഴിഞ്ഞ് 3ാമത്തെ ആഴ്ചയിൽ ഉഴിച്ചിലായിരുന്നല്ലോ. ആ ഉഴിച്ചിൽ കഴിഞ്ഞാൽ പിന്നത്തെ നമുക്ക് 4 ദിവസം സ്റ്റീമും അതുപോലെ പിറ്റത്തെ 4 ദിവസം നവരയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ മുഴുവനായിട്ട് ലാസ്റ്റ് വരെ ഉള്ളത് ഇനി പറയാമെന്ന് കരുതി. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നില്ല എന്ന് കരുതി കേട്ടോ. ഷെബിയാണെന്നുണ്ടെങ്കിൽ സ്കൂൾക്ക് പോകാൻ റെഡിയായിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അവന് ഇവിടെ വന്നപ്പോൾ ചായയും ചോറും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്റ്റീം നമ്മളുടെ ഉഴിച്ചിൽ ഓയിൽ മസാജ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്റ്റീമിൽ എടുത്തുക കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ നമ്മളിങ്ങനെ കാണുമല്ലോ, ഈ സിനിമയിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ കണ്ടിട്ട് ഒരു ഫുള്ള് ആവി വരുന്ന പോലെയൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ചൂടായിരിക്കും, നമ്മൾ പുഴുങ്ങ വേവിക്കുക എന്നൊക്കെ പറയുമല്ലോ, തമാശക്ക് കളിയാക്കിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്നൊക്കെയാണ് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചൂടോ അങ്ങനെയുള്ളതൊന്നുമില്ല കേട്ടോ. നല്ലോണം ഇങ്ങനെ വേർത്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും അങ്ങനെ ചൂടായിട്ട് സഹിക്കാൻ വയ്യാത്ത പോലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്റ്റീമാണെന്നുണ്ടെങ്കിൽ 4 ദിവസമാണുള്ളത്. പിന്നത്തെ 4 ദിവസം നമ്മുടെ നവര നമ്മുടെ പാലിലൊക്കെ കുറുക്കിയിട്ട് അവരൊരു കിഴി പോലെ ആക്കിയിട്ട് അത് വെച്ചിട്ട് ഓയിൽ മസാജിന് ശേഷം ബോഡി ഫുള്ളൊന്ന് മസാജ് ചെയ്യും കേട്ടോ. ആ 4 ദിവസം കൂടിയും കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഒരു ദിവസമാണ് ബാക്കിയുള്ളത്. ആ ഒരു ദിവസം നമുക്ക് ഫേഷ്യലാണ് കേട്ടോ. അന്നാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് പോരുന്ന ദിവസം കേട്ടോ. എൻ്റെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവനെ അവിടെ കുളിപ്പിക്കുന്ന കാരണം കൊണ്ട് പിന്നെ അവന് ഉണർന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ അവനെടുത്തിരിക്കലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അരിഷ്ടത്തിൻ്റെ കാര്യം വിട്ടതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലൊരു കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. നമുക്കിപ്പോൾ അരിഷ്ടമുണ്ട്, അതുപോലെ തന്നെ ലേഹ്യം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഒരു ലേഹ്യമാണ് കേട്ടോ തരിക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അരിഷ്ടം. അപ്പോൾ രാവിലെ ഭക്ഷണത്തിന് ശേഷം ഈ ഒരു അരിഷ്ടം, അതുപോലെ രാത്രി ഭക്ഷണത്തിന് ശേഷം ആ ലേഹ്യമായിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 30 ദിവസം നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് പോയി നിന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്കവിടുന്ന് പോരുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് എത്തിയപ്പോഴും എന്തൊക്കെയോ അവിടെ മിസ്സാക്കി നമ്മൾ നഷ്ടപ്പെടുത്തി പോരുന്ന പോലെ അങ്ങനെയൊക്കെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള സ്റ്റാഫ്സും കാര്യങ്ങളും എല്ലാവരാണെന്നുണ്ടെങ്കിലും അത്രയും നമ്മളോട് കമ്പനിയാണ്. അപ്പോൾ അത് ഒക്കെ കൂടി ആയിരിക്കും അങ്ങനൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ കുളിയും മഞ്ഞൾ തേച്ചുള്ള കിടത്തും കാര്യങ്ങളും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ ഇവിടെ വന്നിട്ട് അതൊക്കെ ഭയങ്കര കുളിക്കാൻ പോകാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ തെറാപ്പിസ്റ്റുകൾ, അതായത് ജിസ് ചേച്ചിയും പാറും ഒക്കെ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. കുറേ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും അതുപോലെ എല്ലാം ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു കമ്പനി തന്നെയായിരുന്നു കേട്ടോ അവരൊക്കെ. അപ്പോൾ ആ ഒരു മണിക്കൂറും അതുപോലെ തന്നെ എന്നും ഷെയർക്കാർക്ക് വരുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും സ്മൂത്തായിട്ട് എൻ്റെ ഈ ഒരു പോസ്റ്റ്മോർട്ടം ടൈം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു 11 മണി ആയപ്പോഴേക്കും നമുക്ക് നൂൽവച്ചോറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഇത് വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ, പഴം പുഴുങ്ങിയിട്ട്. അപ്പോൾ അത് ആദ്യം കഴിച്ചു. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറി മാറി വരില്ലേ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പച്ചപ്പഴം തിന്നാൻ തന്നെ കഴിയണില്ല കേട്ടോ. പുഴുങ്ങിയത് കഴിക്കാൻ വയ്ക്കും, പക്ഷെ പച്ചപ്പഴം ഇപ്പോൾ കഴിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഇമ്മ വീട്ടിൽ പോയി വരുന്നുണ്ട്, അപ്പോൾ പിന്നെ അങ്ങനെ പുഴുങ്ങി കൊണ്ടുവരാറാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന ദിവസം ഡോക്ടറാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ട് വീട്ടിലേക്ക് ചെന്നാൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും, അതുപോലെ എക്സസൈസ്, നമ്മുടെ വയറ് കുറയാനും ബ്രസ്റ്റ് സാഗ് ചെയ്യാതിരിക്കാനൊക്കെ ഉള്ള എക്സസൈസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
പറഞ്ഞു തരിക എന്നതിലുപരി ഇനി നമുക്കറിയാമല്ലോ നമുക്കിപ്പോൾ ഉറക്കത്തിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്നും എത്ര പറഞ്ഞാലും നമുക്കത് മനസ്സിൽ നിൽക്കൂല കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. ഇങ്ങനെ ഈ ഉറക്കക്കുറവൊക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് മുഴുവനായിട്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മറന്നു പോകും. അപ്പോൾ പിന്നെ നമ്മളത് ചെയ്യാനും വിട്ടുപോകും. പക്ഷേ ഡോക്ടർ തന്നെ ഇങ്ങോട്ട് വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ സെയിം ഡ്രസ്സ് തന്നെ ഔട്ടോ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഇവിടെ ഇപ്പോൾ നമുക്ക് 2 ഡ്രസ്സിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഒന്ന് തിരുമ്പി കൊണ്ടുവരുമ്പോഴേക്കും മറ്റൊരു ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ ആയിട്ട് ആ ഒരു 2 ഡ്രസ്സ് തന്നെയാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും അവർ കൊണ്ടുവരേണ്ട ഐറ്റംസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓരോന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വാതിലട തുറന്നിട്ടാൽ നല്ല രസമാണ് കേട്ടോ. നമുക്കിങ്ങനെ അടച്ചു കൂട്ടി ഇരിക്കുന്ന പോലൊന്നും തോന്നൂല. പിന്നെ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് ബീഫ് കറിയാണ് കേട്ടോ ഉച്ചക്ക് വരാറുള്ളത്. അപ്പോൾ ആ കറിയും പപ്പടും അതുപോലെ തന്നെ കേബേജും പയറും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് പൂള ചിപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിടത്തും അതുപോലെ ഇത് നമ്മുടെ റൂമിന് പുറത്തുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. നമ്മുടെ റൂമിന് പുറത്ത് തന്നെ ആയിട്ട് 2 ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് ഫുഡ് വേസ്റ്റ് ഇടാനും അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ വേറെയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ ചായ അവിലായിരുന്നു കേട്ടോ. പിന്നെ രാത്രിക്ക് എന്തോ ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ഉച്ചക്കത്തെ ബീഫ് കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും പേരിയും കായപ്പേരി ആയിരുന്നു പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോയിൽ മാക്സിമം ഡീറ്റെയിൽസൊക്കെ ഞാൻ ഉൾക്കൊള്ളിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലോട് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പായും കാര്യങ്ങളൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി ഉറങ്ങുകയാണ്. പിന്നെ തുണികളൊക്കെ അവിടെ വെച്ചിട്ടുള്ളത് എനിക്ക് എടുക്കാൻ എളുപ്പത്തിലാണ് കേട്ടോ. പിന്നെ അവിടുന്ന് പോരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കുട്ടിയുടെ സുന്നത്തും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ രാത്രി അവിടെ ഉണ്ടാകുമ്പോൾ തുടങ്ങിയൊരു ശീലമാണ് ഈ നാരങ്ങ കലക്കൽ. എന്നിട്ട് രാത്രിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വെള്ളം കൂടി ഇപ്പോൾ കുറച്ച് കൂടിക്കണം കേട്ടോ. രാത്രിയുള്ളൂ, പകൽ വല്ലാതല്ല, പക്ഷെ രാത്രി നല്ലോണം കുടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ദിവസം ഛർദിയൊക്കെ ആയപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാണ് നാരങ്ങ. പക്ഷെ അത് കുടിച്ചപ്പോൾ എനിക്കിങ്ങനെ പിന്നെ നാരങ്ങ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ പിന്നെ നാരങ്ങ കഴിയുന്നവരെ ദിവസവും രാത്രി ഇങ്ങനെ നാരങ്ങ കലക്കാറുണ്ട്. അപ്പോൾ ഐശ്വര്യം അത് കിട്ടാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് കേട്ടോ, ഇതൊന്ന് കഴിഞ്ഞ് കിട്ടാൻ. പിന്നെ രാത്രിയാണെന്നുണ്ടെങ്കിലും കുട്ടി ഉണരുന്ന സമയത്ത് കുറേ നേരം ഒരു 4-5 മണിക്കൂറൊക്കെ ഉണർന്നിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ തന്നെ വേണം. കുറേയൊക്കെ നമ്മൾ എത്ര ഉറങ്ങാതെ നോക്കിയാലും അവസാനത്തെ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഉറക്കം വന്ന് തീരെ പറ്റാതാവും. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാറാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മിഠായിയോ എന്തെങ്കിലുമൊക്കെ ശീർക്കാക്ക് കൊടുക്കുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിഠായി ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് പിന്നെയും ഉറക്കമൊക്കെ പിടിച്ച് നിർത്താൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു ദിവസം ഷെബിയോട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവനോട് ഇങ്ങോട്ടുള്ള ബസ്സിൽ കയറാൻ പറഞ്ഞിട്ട് അവൻ നേരെ മാറി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷീർക്കാക്കാൻ്റെ അങ്ങോട്ട് വീട്ടിലേക്കുള്ള ആ ഒരു ബസ്സിലാണ് അവൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവർ രണ്ടാളും വരാനുണ്ട്. അപ്പോൾ അതിനിങ്ങനെ കാത്ത് നിൽക്കുകയാണ്. 9 മണിക്ക് ആവാറുണ്ട് കേട്ടോ ഷീർക്കാക്ക് വരുമ്പോഴേക്ക്. പിന്നെ ഇവിടെ 8:30 വരെയാണ് കേട്ടോ വിസിറ്റേഴ്സ് അലൗഡ് ആവുള്ളൂ. അപ്പോൾ രാവിലെ മുതൽ അതുവരെ നമുക്ക് ആര് വരുന്നതിനും കാണുന്നതിനും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഫുള്ള് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വരാനും കാണാനും ഒക്കെ എല്ലാത്തിനും പറ്റും കേട്ടോ. അപ്പോൾ അതും പലർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ്. അപ്പോൾ കുട്ടികളെ കാണാനൊക്കെ വരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് വരുന്നവരും ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുന്നവരും. അപ്പോൾ അവർക്കൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കുട്ടിനെ കാണാനൊക്കെ ആൾക്കാർ വരാനുണ്ടാവും അല്ലേ. പിന്നെ അങ്ങനെയുള്ളവർക്ക് മുടി കളയലൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വരാറുള്ളത് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ 7-നും 14-നൊക്കെ മുടി കളഞ്ഞിട്ടൊക്കെ അങ്ങനെയാണ് വരാറുള്ളത്. നമുക്കിപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ 3ാമത്തൊക്കെ ഇല്ലേ. അപ്പോൾ പിന്നെ മുടി കളയൽ അത്ര വലിയ പരിപാടിയായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ കളഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഷീർക്കാഖാൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ പോയി നോക്കിയതാണ് കേട്ടോ.
പക്ഷേ ഞാൻ തിരിച്ച് വരുമ്പോഴേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യം മറന്നിട്ടുണ്ടായിരുന്നു. ക്യാമറ ഓണാക്കി വെച്ചതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ഷിബി വന്നപ്പോൾ അതേ യൂണിഫോമിൽ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സമയം ഞാൻ പറഞ്ഞ 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഹോളത്ത് കയറി വന്നപ്പോൾ ശരിക്കും ഞാൻ വീഡിയോൻ്റെ കാര്യമൊക്കെ മറന്നു പോയി കേട്ടോ. ആൾക്ക് മേത്ത് ചളിയൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ വന്നിട്ട് ഷേർക്കാക്കനെ ഇവിടെ നിന്ന് കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ എടുത്തപ്പോഴും ഷേർക്കാക്ക വരുന്ന സമയത്തും പോകുന്ന സമയത്തും ഒന്നും കാണിക്കാറില്ല. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ ഓർമ്മ വെച്ച് ഷേർക്കാക്ക വരുമ്പോഴേക്കും ക്യാമറ ഒക്കെ അവിടെ വെച്ചതാണ്. കണ്ടിട്ടെടുക്കാൻ എന്തായാലും അവരെ സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ കാണാതെ അവിടെ വെച്ച് നോക്കിയതാണ് കേട്ടോ. പക്ഷേ അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ആയതുകൊണ്ട് ഞാനും വരുമ്പോഴാണെന്നുണ്ടെങ്കിലും വീഡിയോ വെച്ച കാര്യം മറന്നിട്ട് ഞാൻ എന്തോ ഒരു രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നു. ഷാളും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗമൊക്കെ ഞാൻ എടുത്താൽ പോലും അത് ഇടാൻ പറ്റാതെ നമ്മൾ ഒഴിവാക്കുക തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ സോപ്പല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ബോഡി വാഷാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റും ചെയ്യൂ കേട്ടോ.